എത്ര പെട്ടെന്നാണ് അങ്ങ് പെണ്ണിന് മോചനം കൊടുത്തത് നബിയേ. അത്ര കാലം വരെ അവൾ തമസ്കരിക്കപ്പെട്ടവളാണ്, അവൾ ബഹിഷ്കരിക്കപ്പെട്ടവളാണ്. 6-ാം നൂറ്റാണ്ടിലെ പെണ്ണ് അപലയാണ്, ചപലയാണ്. അവൾക്ക് എവിടെയായിരുന്നു വിമോചനം? അകാല ചന്തയിൽ വിൽക്കപ്പെടുന്ന കാഴ്ച വസ്തുവായിരുന്നില്ലയോ പെണ്ണ്? ആ പെണ്ണുമായിട്ട് ശയ്യ പങ്കിട്ട കഥ കഅബാലയത്തിന്റെ ചുമരിന്റെ മുകളിൽ പരസ്യമായി അശ്ലീല ചുവയോടുകൂടെ എഴുതി വെക്കാൻ ഒരുമ്പെട്ടുപോയ കാട്ടറബി, സംസ്കാരശൂന്യനായ അറബി പെണ്ണുമായിട്ട് ശയ്യ പങ്കിട്ട രംഗങ്ങള് കച്ചവടം നടത്തപ്പെടുന്ന അങ്ങാടിയിൽ പോയിട്ട് മത്സരിച്ച് പറയാൻ മുന്നോട്ട് വന്ന അറബി. അതുകൊണ്ട് പെണ്ണ് ഉപഭോഗ സംസ്കാരത്തിന്റെ ബലിയാടാൻ. അങ്ങനെയാണ് പെണ്ണിന്റെ പരിശുദ്ധി വിവാഹമാണെന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം അതുതന്നെയാണ്. പരസ്യപ്പലകയിൽ മാദക വസ്തു പെണ്ണാണ്. ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ കച്ചവടം പൊടിപൊടിക്കപ്പെടുന്നത് വലിയ ബാനറുകൾ പെണ്ണിന്റെ നഗ്ന ശരീരം എത്ര വിദഗ്ധമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് കച്ചവടം ചൂടുപിടിക്കുന്നത്. അതുകൊണ്ട് പെണ്ണാണ് പരസ്യം, അതുകൊണ്ട് പെണ്ണാണ്, അതുകൊണ്ട് പെണ്ണാണ് ലോകത്തിന്റെ നായികക്കല്ല്. പെണ്ണ് നാരിയായാലെല്ലാമായി, നാരിയായാൽ മതി, അതൊരു പെണ്ണായാൽ മതി. വാക്ക് ഫീമെയിൽ ആയാൽ മതി, ലിംഗം സ്ത്രീലിംഗമായാൽ മതി. കച്ചവടം ചൂടുപിടിക്കുകയാണ്. റിയാലിറ്റി ഷോ ചൂടുപിടിക്കുന്നത് പെണ്ണിന്റെ ശബ്ദം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ലോകത്തിന്റെ മുമ്പിലെ പെണ്ണിന്റെ വേഷഭൂഷാദികൾ കൊണ്ട് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ പോലും സ്റ്റുഡിയോ ചാനലിന്റെ സ്റ്റുഡിയോയിൽ പോയി അഖീദ പഠിച്ച, അഖ്ലാഖ് പഠിച്ച മുസ്ലിം പെണ്ണ്, ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയുടെ മകളായ, മദ്രസയുടെ പൊതുപരീക്ഷ പാസായ, ഡിസ്റ്റിങ്ഷനോടുകൂടെ മതവിഷയങ്ങളിൽ വലിയ വലിയ മാർക്കിന്റെ നേട്ടം കൈവരിച്ച് പരസ്യമായിട്ട് സർട്ടിഫിക്കറ്റ് സ്റ്റേജിൽ നിന്ന് വാങ്ങാൻ ഭാഗ്യം ലഭിച്ച പെങ്ങളെ, നാളെ നിന്നെ കാണുന്നത് റിയാലിറ്റി ഷോയുടെ റൂമിലാണ്. അവിടെ മൈക്ക് പിടിച്ചിട്ട് നിന്റെ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് നടത്തുന്നത്. മാതാവ് പറയുകയാണ്, തൊട്ട് മുമ്പ് പാട്ട് പാടിയത് എന്റെ മകളാണ്, എന്റെ മകളുടെ പെർഫോമൻസ് നിങ്ങൾ കാണും. പാട്ടല്ല, എന്റെ കുഞ്ഞിന്റെ പെർഫോമൻസ്. എന്താണ് പെർഫോമൻസിന്റെ അർത്ഥം? വാട്ട് യു മീൻ ബൈ ദി വേർഡ് ഓഫ് പെർഫോമൻസ്? പെണ്ണിന്റെ വേഷമാണ്, പെണ്ണിന്റെ ലയനങ്ങളാണ്, ആസ്വഭാവങ്ങളാണ്, ആകാര സൗഷ്ഠവമാണ്, പെണ്ണിന്റെ ശരീര വടിവാണ്, പെണ്ണിന്റെ ശരീരത്തിന്റെ നിലപാടുകളാണ്, ശരീരഭാഷയാണ്. അത് എത്ര വിദഗ്ധമായിട്ടാണ് സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ലൈവായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ നാട്ടിൽ വെച്ച് മറുനാട്ടിൽ വെച്ച് അത്രകാലം ഒരു വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി താമസിച്ച എത്ര പെട്ടെന്നാണ് കച്ചവടവൽക്കരിക്കപ്പെടാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് പെണ്ണിന്റെ ചാരിത്രം ധ്വംസിക്കപ്പെടുന്ന ലോകത്തിന്റെ മുമ്പിൽ ജമീൻ പേലി ഹുയി ഹേ ജിസ് തരഹ് ലാഖ് കേ നീച്ചേ. ആകാശത്തിന്റെ താഴെ ഭൂമി പരന്നു കിടക്കുകയാണ്. हमारे ऊपर आसमान है, आसमान बहुत ज्यादा से है, आसमान से जमीन बहुत वसअत में रखते हैं. जमीन फैली हुई है जिस तरह അതേതുപോലെയാണ് ആസ്മാൻ കെ നീച്ചെ, ആകാശത്തിന്റെ താഴെ ഭൂമി പരന്നു ഇസീ തരഹ് ഇതുപോലെയാണ് ജന്നത്ത് ബി, സ്വർഗവും പരന്നു കിടക്കുകയാണ്. എവിടെയാണ് സ്വർഗം കിടക്കുന്നത്? മാം കി ഖദമോ കെ ഖാതിർ കെ നീച്ചേ, മാതാവിന്റെ പാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ജന്നത്ത് മാം കെ ഖദമോ കെ നീച്ചേ ഹേ. അല്ലാഹുവിന്റെ റസൂൽ അറബികളെ പഠി പെണ്ണ്
പെണ്ണ് ആക്രമിക്കപ്പെട്ട ലോകത്തിന്റെ മടിത്തട്ടില് പെണ്ണിനെ ഉപഭോഗത്തിന്റെ ഉപകരണമാക്കി മാറ്റിയ അറബിയുടെ മുമ്പില് പരിശുദ്ധ നബി പഠിപ്പിച്ചുപോയി, പെണ്ണ് ഉപഭോഗത്തിന്റെ യന്ത്രമല്ല, അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. വല്ലാത്ത വാക്കാണ്. ഉമ്മാന്റെ കാലടിപാടിലാണ് സുവർഗം. ഉദിമതിയാമുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളൂ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റും അവന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? എന്താണ് ചോദ്യം? സഹോദരാ, നിന്റെ ഉമ്മക്ക് പകരം 1000 പോറ്റുമ്മമാരെ മാറ്റി പരീക്ഷിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. നിന്റെ സാക്ഷാൽ മാതാവിന് പകരം അതാവൂല. ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് 1000 കാമുകിമാരെ മാറ്റി മാറ്റി നിനക്ക് പരീക്ഷിക്കാം. നിന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ മുഴുവൻ ഒഴിവാക്കി പുതിയ 1000കണക്കിന് ഫ്രണ്ട്സിനെ നിനക്ക് ആഡ് ചെയ്യാം. മദർ അതൊന്നു മാത്രമാണ്. താരാട്ട് പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് പൂന്തട്ട് കരളിനുയിരാണ്, ഉമ്മ സ്നേഹക്കടലാണ്. മാതാവ് എപ്പോഴും സ്നേഹത്തിന്റെ പ്രതീകമാണ്. എന്തുകൊണ്ട്? മാതാവ് സ്ത്രീത്വത്തിന്റെ പ്രതീകമായതുകൊണ്ട്. മാതാവ് പെണ്ണാണ്. നമ്മൾ ചിന്തിക്കണം, പെണ്ണില്ലാതെ ലോകത്തിന്റെ പുരോഗതിയില്ല. അദ്ദുനിയ കുല്ലുഹാ മതാഅ്. കർട്ടന്റെ അപ്പുറത്തിന്റെ ശബ്ദങ്ങളെ കാത് കൂർപ്പിച്ച് കേൾക്കണം. ഇന്നത്തെ വിഷയം നീയാണ്. അദ്ദുനിയ കുല്ലുഹാ മതാഅ്. ഈ ഭൗതിക ലോകം മുഴുവൻ ഒരു ചരക്കാണ്, വിൽപ്പന വസ്തുവാണ്. വഖൈറു മതാഇഹാ. ലോകത്തുള്ള മുഴുവൻ വിൽപ്പന വസ്തുക്കളുടെയും കൂട്ടത്തിൽ ബ്യൂട്ടിഫുൾ, പ്രീഷ്യസ്, വാല്യുബിൾ, ഏറ്റവും മൂല്യം രേഖപ്പെടുത്താൻ സാധ്യമല്ല മൂല്യനിധിയുണ്ടെങ്കിൽ അൽ മർഅത്തു സാലിഹ. റൂബിയല്ല, ഗോൾഡ് അല്ല, സിൽവർ അല്ല, എമറാൾഡ് അല്ല, മരതകമല്ല, മാണിക്യമല്ല, വജ്രമല്ല, സ്വർണമല്ല, വെള്ളിയല്ല, വൈഢൂര്യമല്ല, ഇന്ദ്രനീലമല്ല, വജ്രസമാനമായ രത്നങ്ങളല്ല. അൽ മർഅത്തു സാലിഹ, ഉത്തമയായ പെണ്ണാണ്. പറഞ്ഞത് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൗതിക ലോകം മുഴുവൻ ഒരു ചരക്കാണ്. വഖൈറു മതാഇഹാ. വിൽപ്പന നടത്തപ്പെടുന്ന ലോകത്തിന്റെ മടിത്തട്ടിലെ ഏറ്റവും അമൂല്യമായ ഒരു രത്നമുണ്ടെങ്കിൽ അൽ മർഅത്തു സാലിഹ, അത് പെണ്ണാണ്, നല്ല പെണ്ണാണ്. പെണ്ണിന് എവിടെയും ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. പെണ്ണിന്റെ പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തിയത് പെണ്ണ് തന്നെയാണ്. ഇസ്ലാം എന്നും പെണ്ണിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളൂ. ഗാനഗന്ധർവൻ പത്മശ്രീ യേശുദാസ് ഈ അടുത്ത് തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞു, മലയാളി പെണ്ണ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലെഗിൻസും സ്കിന്നി ടൈറ്റ് ഫിറ്റ് ജീൻസ് പാന്റ് ഒന്നും എടുത്തിട്ട് അങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല. അത് നിങ്ങൾക്ക് മാനഭംഗം വരുത്തപ്പെടാനേ ഉപകരിക്കൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞിട്ട് ദാസേട്ടൻ, കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന ഗാനഗന്ധർവൻ, അമേരിക്കയിലേക്ക് വാഹനം കയറി. അദ്ദേഹം താമസിക്കുന്ന അവിടെയാണല്ലോ. ഇവിടെ വലിയ ബഹളം. യേശുദാസ് ഫ്ലൈറ്റ് കയറി പോയ ഉടനെ തന്നെ ഇവിടെ എത്ര വനിതാ രാഷ്ട്രീയ സംഘടനകൾ അവരുടെ കൊടിയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. യേശുദാസിനെ അറസ്റ്റ് ചെയ്യണം. എന്റെ യേശുദാസ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയോ? പിന്നെ എന്തിനാ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ യേശുദാസ് ഇങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവച്ചിരിക്കുന്നു കേരളത്തിന്റെ ഗാനഗന്ധർവൻ എന്നവർ പറയുകയുണ്ടായി. ഒരിക്കലല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അത് തിരിച്ചറിയണമെങ്കിൽ അറിവ് പോരാ, തിരിച്ചറിവ് വേണം. എഡ്യൂക്കേഷൻ, അത് പല ഐറ്റംസ് ഉണ്ട്. സയൻസ് സംസ്കാരം പഠിപ്പിക്കുന്നില്ല, മാത്തമാറ്റിക്സ് സംസ്കാരം പഠിപ്പിക്കുന്നില്ല,
സംസ്കാരം പഠിപ്പിക്കുന്നില്ല, ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്റ് ടെൻസിനെ പ്രസന്റ് ടെൻസ് ആക്കാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാനും ഫ്യൂച്ചർ ടെൻസ് ആക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സംസ്കാരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ കുടുംബത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട പ്രതിഭാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഞാൻ പറഞ്ഞേക്കാം, ലോകത്ത് നല്ല മേത്തരം നല്ല സംസ്കാരങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞേക്കപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാണ് സഹാബത്തിനെ പഠിപ്പിച്ചു പോയത്. ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സഫൂ ബൈന ഔലാദികും ഫിൽ അത്തിയ. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ പരിശുദ്ധ നബിയുടെ വാക്കാണ്, ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തുല്യത കൽപ്പിക്കണേ. ഫിൽ അത്തിയ, അങ്ങാടിയിൽ പോയിട്ട് വല്ല പ്രോത്സാഹന സമ്മാനങ്ങളും വല്ല പ്രസന്റേഷൻസും വല്ല ഗിഫ്റ്റും വല്ല മിഠായി പൊതികളും വല്ല പലഹാരങ്ങളും നിങ്ങൾ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടി പുറത്തുപോയി കൊണ്ടുവരുമ്പോൾ സവ്വൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ തുല്യത കൽപ്പിക്കണം കേട്ടോ. ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയേക്കാൾ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. എല്ലാം നിങ്ങളുടെ രക്തത്തിൽ പറന്ന മക്കളാണ്. അതുകൊണ്ട് കുഞ്ഞിന്റെ മറിക്കുകയാണ്. ഇനി മുഹമ്മദെങ്ങാനും എന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുമായിരുന്നുവെങ്കിൽ ലഫളൽതുൽ ബനാത്ത്, എന്റെ പെൺമക്കൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക. കാസിമിന് ജന്മം നൽകിയ നബിയെ, ഇബ്രാഹിം എന്ന് പറയുന്ന ആൺകുട്ടിക്ക് ജന്മം നൽകിയ നബിയെ, ആ അങ്ങ് പറഞ്ഞു പോയി, എന്റെ വീട്ടിലെ മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയേക്കാൾ മറ്റൊരു കുട്ടിക്ക് പ്രാധാന്യം ഞാൻ കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും, പെൺകുട്ടിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. പെണ്ണവിടെ നിൽക്കുകയാണ്. ഈ ഒരൊറ്റ ഹദീസ് പോലെ പെണ്ണിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ, പെണ്ണാരാണെന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി, പരിശുദ്ധ റസൂലിന്റെ ഈ ഒരൊറ്റ ഹദീസ് മതി. പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, പെണ്ണ് നിൽക്കേണ്ടിടത്ത് നിൽക്കണം, പെണ്ണാവും. ഇന്ന സലാഹൽ മർഅ സലാഹൽ മുജ്തമഅ, കമ്മ്യൂണിറ്റിയുടെ നന്മ ഏതാണ്? ഗുഡ്നസ്. അത് സലാഹുൽ മർഅ, പെണ്ണിന്റെ നന്മയാണ്. പെണ്ണ് നന്നായാൽ സമൂഹം നന്നായി. അപ്പൊ പെണ്ണാണോ സമൂഹം? യെസ്. പെണ്ണ് അടുക്കളയിൽ കഴിയേണ്ടവളല്ലേ? അതേ അടുക്കളയിലെ സംസ്കാരമാണല്ലോ വീട്ടിന്റെ ദീർഘമിക്കുന്നത്. നൽകപ്പെട്ട സംസ്കാരത്തിലൂടെയാണ് മക്കള് നാളെയുടെ വരദാനങ്ങളായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന സലാഹൽ മർഅ, പെണ്ണിന്റെ നന്മ അത് സമൂഹത്തിന്റെ നന്മയാണ്. യാതൊരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട. ഈ അടുത്ത് നോബൽ പ്രൈസ് പീസ് ഫോർ പീസ് നോബൽ സമ്മാനം ആ രാജ്യത്തിന് ഈ വർഷം സമാധാന പ്രൈസ് കിട്ടി. ആര്? കൈലാഷ് സത്യാർത്ഥി. ഈ കൈലാഷി സത്യാർത്ഥി എന്ന് പറയുന്ന ഇന്ത്യക്കാരന്റെ കൂടെ പാകിസ്ഥാനിയായ മറ്റൊരു മുസ്ലിം പെൺകുട്ടി മലാല യൂസുഫ് സായി കൂടി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൈലാഷിന്റെ കൂടെ പങ്കിട്ടു. അതിന്റെ മുൻപ് നോബൽ സമ്മാനം നേടിയതും ഒരു മുസ്ലിം വനിതയായിരുന്നു, ഈജിപ്തിലുള്ള തവക്കുൽ കിർമാൻ. ഓസ്ലോയിലേക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങാൻ കോടിക്കണക്കിന് രൂപകൾ, അതിനേക്കാൾ ജനങ്ങളുടെ മൂല്യമുള്ള നോബൽ പ്രൈസ്, അതും ഫോർ പീസ്, ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങാൻ ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള സുന്ദരിയായ സുശീലയായ ഭക്തയായ മുസ്ലിം പെൺകൊടി ഓസ്ലോയിലെ വേദിയിലേക്ക് നടന്നു പോവുകയാണ്.
അവരങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നല്ല പർദ്ദയും മഫ്തയൊക്കെ ഇട്ടിട്ടാണ് തവക്കുൽ കിർമാനി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അഭിമാന ഭാജനം നോബൽ പ്രൈസ് നേടാൻ വേണ്ടി പോയത്. തിരിച്ചു വരുന്ന നേരത്തെ തവക്കുൽ കിർമാനെ പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകരെയാണ്. അത് ആയിരുന്നു. അവര് ധരിച്ചതോ അർദ്ധനഗ്നമായ വേഷം. അവരുടെ സംസ്കാരത്തിന്റെ വേഷം വെറും ജാക്കറ്റും ധരിച്ച വേഷം. ഈ വേഷം എടുത്തു വന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് തവക്കുൽ കിർമാനോട് ചോദിക്കാൻ, ഡിയർ കിർമാൻ, അങ്ങ് ഇപ്പൊ ഉന്നതിയുടെ പദവിയിലാണ്, അഭിമാനത്തിന്റെ ശ്രീകോവിലാണ് അങ്ങ് നിലകൊള്ളുന്നത്. ലോക സ്ത്രീകളുടെ മുമ്പിലും പുരുഷന്മാരുടെ മുമ്പിലും അങ്ങ് കിരീടം ഏന്തിയിരിക്കുന്നു, സമാധാനത്തിലുള്ള കിരീടം. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് അതല്ല, പ്രിയപ്പെട്ട കിർമാൻ ിലുള്ള നോബൽ പ്രൈസ് നേടിയിട്ട് ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ ഉന്നതിയിൽ പോയിട്ടും എന്തുകൊണ്ടാണ് ഈ പഴയ പർദ്ദയും മഫ്തയും ധരിച്ചിട്ട് അങ്ങ് ഈ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്? ഇത് ലോകത്തെ എത്ര ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു? ഈ സദസ്സിൽ ഇരിക്കുന്നത് ങ്ങളുടെ തലവന്മാരാണ്. അവരുടെയൊക്കെ മുമ്പിലൂടെ പഴഞ്ചൻ വേഷമായ പർദ്ദ ധരിച്ചിട്ട് മഫ്ത ധരിച്ചിട്ട് കടന്നു വരാൻ അങ്ങേക്ക് പ്രചോദനം നൽകിയ ഘടകം എന്താണ് എന്നറിയാനാണ് ഞങ്ങൾ പത്രസമ്മേളനത്തിലേക്ക് അങ്ങയെ ക്ഷണിച്ചത്. തവക്കുൽ കിർമാൻ അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. ഈമാനിന്റെ പ്രതിരൂപമായ ഇസ്ലാമിന്റെ അനുയായിയായ ആ ഒരു വനിത പത്രസമ്മേളനത്തിന് പറഞ്ഞുപോയി, 2 മിനിറ്റ് സംസാരിക്കാൻ വിനീതരാ അനുവദിക്കണം. എന്നിട്ട് തവക്കുൽ കിർമാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മൈ ഡിയേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളൊക്കെ ഒരു സൃഷ്ടാവിന്റെ മക്കളാണ്, ഒരു ഭൂമിയുടെ അവകാശികളാണ്. ശരി, നിങ്ങൾ എന്റെ സഹോദരിമാരാണ്, അംഗീകരിക്കുന്നു. നമ്മൾ ഭൂലോകത്ത് ജീവിതം തുടങ്ങിയത് അന്ന് മനുഷ്യൻ ഗുഹാവാസി. ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും, അന്ന് മനുഷ്യൻ ഡ്രസ്സ് ധരിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇലകളായിരുന്നു. പിന്നെ മനുഷ്യൻ കുറച്ച് എഡ്യൂക്കേറ്റഡായി, കുറച്ച് സംസ്കാരം നേടി. അപ്പം മൃഗങ്ങളുടെ തോല് വസ്ത്രമായി ഉപയോഗിച്ചു. അപ്പോഴും അവർ അർദ്ധനഗ്നരായിരുന്നു. പിന്നെയും സംസ്കാരത്തിലേക്ക് വന്നപ്പോ മാറിടം മറക്കാൻ അവർ മുന്നോട്ട് വന്നു. വീണ്ടും അവർ വിദ്യാഭ്യാസ സമ്പന്നരായപ്പോ അവരുടെ ശരീരത്തിന്റെ മറക്കേണ്ട മുഴുവൻ മറിച്ച് എന്നെ പോലെയായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെ ശിലായുഗ പോകുന്ന സംസ്കാര ശൂന്യത ഞാൻ ലോകത്ത് പ്രൊമോട്ട് ചെയ്യൂല എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ സ്വതസിദ്ധമായി പർദ്ദയും മഫ്തയും ധരിച്ച ഇസ്ലാമിന്റെ ആ പെൺകുടി പത്രസമ്മേളനം നടത്തിയത് ലോകത്തെ ചാനലിലൂടെ മുഴുവൻ, ടെലിവിഷൻ സ്ക്രീനിലൂടെ മുഴുവൻ